ഞങ്ങൾ പണിക്ക് ഫസ്റ്റ് കയറിയ സമയത്തൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്കൊക്കെ പോകുമായിരുന്നു. ഇപ്പം പറ്റൂല. ഇതൊക്കെ ആന ഓടിച്ചിട്ടേക്കുന്നത്? എല്ലാം ആന ഓടിച്ചിട്ടാ. കശുമാവ് ഫുള്ള് ആന മൊത്തം നശിപ്പിക്കുമല്ലേ? നമ്മൾ വഴിക്ക് പോകുമ്പോൾ അവിടെ ആനയുണ്ടായിരുന്നു. ആണല്ലേ? ഇന്നലെ എന്നിട്ട് എന്താ ചെയ്തേ? ഞങ്ങൾ ഓടി ഞാൻ ഇവിടുന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുമ്പോ ഇവിടുന്ന് ആന കാറുന്നുണ്ട് ഈ സൈഡിൽ നിന്ന്. പകലൊക്കെ ഉണ്ടല്ലോ ഇവിടെ? പകലെല്ലാം ഉണ്ട് ആന. ആനേന്റെ കേന്ദ്രം അല്ലേ? നമസ്കാരം. ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ആർളം ഫാമിലാണ്. ആർളം ഫാമിൻ്റെ നിരവധി വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആർളം ഫാമിലെ പ്രധാനപ്പെട്ട പ്രശ്നം വന്യമൃഗ പ്രശ്നം തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആർളം ഫാമിലെ കശുവണ്ടി തോട്ടങ്ങളും അതുപോലെ തന്നെ ആ കശുവണ്ടി ആളുകൾ എങ്ങനെയാണ് അതിൻ്റെ തൊഴിലാളികൾ എങ്ങനെയാണ് പെറുക്കിയെടുക്കുന്നതെന്നും അതിനുശേഷം അത് പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ആർളം ഫാമിലെ കാഷ്യൂനട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള കാഷ്യൂനട്ടാണ്. ഒത്തിരി എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരു കാഷ്യൂനട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ആർളം ഫാമിലെ കാഷ്യൂനട്ട് പ്രോസസ്സിങ് ആണ് കേട്ടോ. കശുമാവിൻ്റെ ചുവട്ടിൽ നിന്ന് പറക്കിയെടുക്കുന്നത് മുതൽ അത് പ്രോസസ്സ് ചെയ്ത് ലാസ്റ്റ് കാഷ്യൂനട്ടായി പാക്ക് ചെയ്യുന്നിടം വരെയുള്ള പ്രോസസ്സാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. ആർളം ഫാമിൻ്റെ ഈ ബ്ലോക്ക് 4 പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ നിരവധി കശുമാൻ തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. മാത്രമല്ല ആർളം ഫാമിൽ നമുക്കറിയാം ഇഷ്ടംപോലെ ആനയും മറ്റ് വന്യജീവികളൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടെയാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോഴും സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നമ്മളിവിടെ വന്നപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ട്രാക്ടർ ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ട്രാക്ടർ ഇവിടെ വെച്ചിരിക്കുന്ന ആനേനെ ബ്ലോക്ക് ചെയ്യാനായിട്ടാണ്. തൊഴിലാളികൾ പണിയെടുക്കുന്ന പ്രദേശത്തേക്ക് കാട്ടാന വരാതിരിക്കാനായിട്ട് ട്രാക്ടർ ഇവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ അഥവാ ആന വരുവാണെങ്കിൽ ട്രാക്ടറിൻ്റെ സൗണ്ട് കേൾപ്പിച്ച് ആനേനെ തുരത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ആർളം ഫാമിൻ്റെ പ്ലാന്റേഷൻ്റെ ആ ഒരു കാഴ്ചകൾ ഒന്ന് കാണാം കേട്ടോ. അവിടെ തോട് എവിടെയുള്ള പണിക്കാര് മേലെയുള്ള നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാട്ടുകോഴീനെയും മയിലിനെയും കുരങ്ങിനെയൊക്കെ നേരിട്ട് കാണാനായിട്ട് പറ്റി. രാത്രി സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിരവധി ആനകളുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഇതൊക്കെ കശുമാൻ തോട്ടങ്ങളാണ്. ഈ തോട്ടങ്ങളിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ജീപ്പിൽ മാത്രമേ ഇങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. പറയാ ഇതിലെങ്ങനെ താഴേക്ക് ഇങ്ങനെ നടക്കാനേ പറ്റും.
നമ്മൾ ഇപ്പോൾ ഈ ട്രാക്ടറെ കയറിയിട്ട് നമ്മൾ ട്രാക്ടറിനാട്ടാ പോകുന്നത്. ട്രാക്ടർ ആയതുകൊണ്ട് ഇതിലേ വേണമെങ്കിൽ പോവാല്ലേ. ചേച്ചിമാരുടെ പേരെങ്ങനെയാ? എപ്പോഴാണ് തുടങ്ങി? രാവിലെ എത്ര മണിയാകുമ്പോൾ തുടങ്ങും? 8:30 അല്ലേ? ആണല്ലേ. ആന എല്ലാ ദിവസവും കാണാറുണ്ടോ? ആണല്ലേ. ഇന്നും ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ. അപ്പോൾ ആനനെ ഓടിക്കാനായിരിക്കുമല്ലോ ട്രാക്ടറൊക്കെ വെച്ചേക്കുന്നത്. കശുവണ്ടി വറക്കും കേട്ടോ രാവിലെ തന്നെ. കശുവണ്ടി അല്ല, ആന കൊണ്ടുപോയതാ. ആന തിന്നും അല്ലേ? ആന തിന്നും. ഇതുകൊണ്ട് ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ഇതൊക്കെ ദിവസങ്ങൾക്ക് മുന്നേ ഉള്ള കേട്ടോ. നിങ്ങളപ്പോൾ എത്ര പേരാണ് ഈ ഒരു പ്രദേശത്ത് നിൽക്കുന്നത്? ഒരു 5-8 പേരുണ്ടോ? 2 പേർക്കാനാ? 2 പേർക്കാ. ഞങ്ങളൊരു 10 പേര് കാണും. 10 പേരല്ലേ? ഓരോ ബ്ലോക്കിൽ ഓരോ ആൾക്കാരെ സെക്ഷനാ? ഓരോ ബ്ലോക്കിൽ അങ്ങനെ സെക്ഷനായിട്ടില്ല, എല്ലാവരും ഒരുമിച്ച് ഉള്ളതുകൊണ്ട്. അപ്പോൾ ആന ഉള്ളതുകൊണ്ട് അങ്ങനെ ആയിരിക്കും അല്ലേ? ഇതൊക്കെ ആന ഓടിച്ചിട്ടേക്കുന്നത്? എല്ലാം ആന ഓടിച്ചിട്ടാ. കശുമാവ് ഫുള്ള് ആന മൊത്തം നശിപ്പിക്കുക അല്ലേ? ഇങ്ങനെ ചേച്ചി ഇതാട്ടോ, ഇതാണ് കശുമാമ്പഴം. ഇങ്ങനെ രീതിയിൽ ഇരിഞ്ഞിട്ട് അതിൻ്റെ പഴം കളയും അല്ലേ? പഴം കളയും. ഇത് മാത്രമാവും അല്ലേ? ഇവരിങ്ങനെ പെറുക്കി വെച്ചേക്കുന്ന കശുവണ്ടി ആട്ടോ ഈ കാണുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ദിവാകരൻ. ഇവിടെ എത്ര കാലമായിട്ട് പണിയെടുക്കുന്നതാ? ഇപ്പോൾ 10-12 വർഷമായില്ലേ? നമ്മളിപ്പോൾ നമുക്ക് ഒരു ദിവസം രാവിലെ എത്ര മണിക്ക് തുടങ്ങും? 8:30 ആകുമ്പോൾ? രാവിലെ 8:30 അല്ലേ? എത്ര മണി വരെ ഉണ്ടാവും വൈകിട്ട്? വൈകിട്ട് വാനലുള്ളതുകൊണ്ട് ഒരു 3 മണിയാകുമ്പോഴത്തെ ഏകദേശം ഇവിടുന്ന് അങ്ങോട്ട് മാറും. ആണല്ലേ. നിങ്ങൾക്ക് എന്നാലും ഇത് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടല്ലോ? ബുദ്ധിമുട്ടുണ്ട്. സെക്യൂരിറ്റിക്കാരെല്ലാം വന്ന് പടക്കെല്ലാം പൊടിച്ച് വണ്ടിയെല്ലാം ഉള്ളതുകൊണ്ട് ട്രാക്ടർ അങ്ങനെ സാധനം കുറേ മാറും. എന്നാലും ബുദ്ധിമുട്ട് തന്നെ. എല്ലാം കശുമാവെല്ലാം പൊട്ടിച്ച് എല്ലാം ദിവസം കളയല. ഒത്തിരി കളഞ്ഞിട്ടുണ്ടല്ലേ? പിന്നെ ഒത്തിരി കളയുന്നുണ്ട്. ഈ പ്രാവശ്യം കണ്ടതിന് അടുത്തതിന് കാണൂല. അടുത്തതിനാകുമ്പോൾ ഈ കശുമാവൊന്നും കാണൂല. അടുത്തെല്ലാം ഒരു ഇതെല്ലാം പൊട്ടിക്കും. ഒത്തിരി കശുമാവ് ഒത്തിരി കശുമാവുള്ള തോട്ടം. എല്ലാ ബ്ലോക്കാരും വന്ന് പെറുക്കുന്ന ഈ കുന്നെല്ലാം മൊത്തം എല്ലാം കാണുന്നില്ല. എല്ലാം പൊട്ടിച്ച് മൊത്തം നശിപ്പിക്കില്ല. ഈ കാണുന്നൊക്കെ അങ്ങനെ എല്ലാം അങ്ങനെ ഒടിച്ചാ. ഇതെല്ലാം തൊലി പൊളിച്ച് ഇതെല്ലാം ഇനിയിപ്പോൾ കേടാവും. എല്ലാം തൊലി പൊളിച്ച് തിന്ന. പിന്നെ പരമാവധി അണ്ടി ആന പെറുക്കി തിന്നു. കുലുക്കിയിട്ട് മൊത്തം മാമ്പഴം ഫുള്ള് തിന്നാളി. ഒരു ദിവസം നിങ്ങളപ്പോൾ ഒരാൾ എന്തേരൊക്കെ പെറുക്കും? അണ്ടി ഉണ്ടെങ്കിൽ 10-50 കിലോയും പെറുക്കും. ആണല്ലേ? പ്രാവശ്യം അണ്ടി കുറവാണ്. പ്രാവശ്യം കുറവല്ലേ? നമ്മളിപ്പോൾ ഈ ഒരു ട്രാക്ടറിൻ്റെ അടുത്താണ് ഇങ്ങോട്ട് വന്നത്. നമുക്ക് ആ ട്രാക്ടറിൻ്റെ ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാ? രാമകൃഷ്ണൻ. ഇവിടെ ട്രാക്ടർ ട്രാക്ടർ ഇവരുടെ കൂടെ അണ്ടി പെറുക്കുമ്പോൾ വരാല്ലേ? ഉണ്ടാവും. ഇത് എന്താ ശരിക്കും പറഞ്ഞാൽ ആനശല്യം? ആനൊക്കെ ഉള്ളത് കൊണ്ട് മാറാൻ വേണ്ടി ഇങ്ങനെ പടത്തിനൊക്കെ പൊട്ടിച്ച്. മിക്കവാറും ദിവസവും വരാറുണ്ട്? എല്ലാ ദിവസം വരാറുണ്ട്. ആണല്ലേ? രാവിലെ അവരിങ്ങനെ കെട്ടി വരും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല കൊണ്ട് പോകും വണ്ടിയൊക്കെ എടുത്ത്. ആന നേരിട്ട് കണ്ടിട്ടില്ല, രാവിലെ ആകുമ്പോഴത്തേക്കും പോകും. കാട് കയറും. ഇപ്പോൾ ഇവരെല്ലാവരും പണിയെടുക്കുമ്പോൾ ഒരുമിച്ച് എല്ലാവരും കൊടുത്ത് നിൽക്കും. ആണല്ലേ? ജീപ്പ് അവിടെ നിർത്തിയത്. നമ്മൾ ഇങ്ങോട്ട് ട്രാക്ടറിനാണ് വന്നത്. നമ്മളിപ്പോൾ അവർ പറഞ്ഞതൊക്കെ കേട്ടു കേട്ടോ. ഇതാണ് സ്ഥിതി. നമ്മളിപ്പോൾ ഈ ഒരു ആനപ്പിണ്ടം നോക്കിയാൽ നമുക്ക് കാണാം. ഇതിൻ്റെ അകത്ത് കശുവണ്ടി കിടക്കുന്ന കാണാം കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ഥിതി. നമ്മളിപ്പോൾ ഈ കാണുന്നത് കശുവണ്ടി അത് ചെറുതായിരിക്കുമ്പോൾ, അതായത് വളർന്നു വരുന്ന സമയത്തുള്ള ആ ഒരു ഫോമാണിത്. ഇതിന് ശേഷമാണ് അതിൻ്റെ തൊട്ട് ഈ പുറകിലുള്ള ഈ ഒരു ചുമന്ന പോർഷൻ പിന്നെ അതൊരു മാമ്പഴമായി മാറുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു മാമ്പഴം തിന്നാനായിട്ടാണ് ആന വരുന്നത് കേട്ടോ. ഇതിൻ്റെയും ചെറിയ ഫോമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിലും പിഞ്ചായിട്ടുള്ള ഒരു സമയത്തുള്ള ഒരു കശുവണ്ടിയാണ് ഈ കാണുന്നത്. ഇത് മൂക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ഫോമാണ്. ഇത് പച്ച കളറിലാണ്. ഇത് ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലേക്ക് ഈ ഒരു
ഈ ഒരു മാമ്പഴം മാറും കേട്ടോ. അപ്പോഴാണ് ഇതിന് ശരിക്കും മധുരവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ മാമ്പഴം തിന്നാനായിട്ട് ആനകൾ പ്രധാനമായിട്ട് ഇത് തിന്നുന്നത്. പക്ഷേ അപ്പോൾ ആ കൂടെ കശുവണ്ടിയും കൂടെ തിന്നു പോകും. പക്ഷേ അത് ദഹിക്കില്ല. ആന അത് വിസർജിച്ച് കളയുമ്പോൾ അത് അങ്ങനെ തന്നെ കശുവണ്ടി പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ ആനപ്പിണ്ടത്തിൻ്റെ അകത്തൊക്കെ അത് കിടക്കുന്നത് കാണുകയും ചെയ്യാം. ഇതാണ് കശുവണ്ടിയുടെ പൂവായിട്ട് നിൽക്കുന്ന ഒരു സമയം. ഇതിപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം നല്ല മഴ പെയ്തുകൊണ്ട് ഇപ്പോൾ പുതിയ പൂ മുളച്ച് വരുന്നതാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് വരുന്നതും പിന്നീട് അതിനുശേഷം പച്ച നിറത്തിലുള്ള നമ്മൾ ആദ്യം കണ്ട ആ ഒരു രീതിയിലേക്ക് വരുന്നതൊക്കെ അതിന് ശേഷമാണ്. നിലത്ത് വീണ് കിടക്കുന്ന കശുവണ്ടി പറക്കുന്നതായിട്ട് കാണുന്നത്. അതിൻ്റെ മാമ്പഴം ഇരിഞ്ഞ് കളഞ്ഞ് അണ്ടി മാത്രം എടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അണ്ടി ആ ബക്കറ്റിലിട്ട് അവർ നേരെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ഈ പറമ്പിൽ നോക്കി നമുക്ക് നിരവധി ആനപ്പിണ്ടം കിടക്കുന്ന കാണാം കേട്ടോ. ആനകൾ രാത്രി കൂട്ടമായിട്ട് ഇവിടെ തമ്പടിക്കുന്ന പ്രദേശമാണ്. രാത്രി മാത്രമല്ല പകൽ സമയങ്ങളിലും കാണാറുണ്ട്. പക്ഷേ അതൊക്കെ തരണം ചെയ്താണ് ഈ ഒരു തൊഴിലാളികൾ ഈ ഒരു കശുവണ്ടി പറക്കുന്നത് കേട്ടോ. ട്രാക്ടർ ഇവർ വർക്ക് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇവർ ഓരോ തവണ വണ്ടി പറക്കി മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഈ ട്രാക്ടറും മുന്നോട്ട് പോകും കേട്ടോ. നമുക്കിവിടെ കാണാം. ഇപ്പോൾ ട്രാക്ടർ പോയ വഴിക്കൊക്കെ ആനപ്പിണ്ടം കിടക്കുന്നില്ല. ഇവിടെ സകല സ്ഥലത്തും ഉണ്ട് കേട്ടോ ആനപ്പിണ്ടം. അതായത് ആന അതുപോലെ നിൽക്കുന്നൊരു പ്രദേശമാണ്. ആ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കശുമാവിൻ്റെ തൊലിയൊക്കെ കണ്ടോ ആന നശിപ്പിച്ചിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. വർഷങ്ങൾ വിളവ് നൽകേണ്ട ഒരു കശുമാവാണ് ഇത്തരത്തിൽ കാട്ടാന നശിപ്പിച്ച് കളയുന്നുണ്ടോ. ഇതിൻ്റെയൊക്കെ കൊമ്പ് ഒടിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ ഇത്ര നേരം കശുവണ്ടി പെറുക്കുന്ന ആ ഒരു കാഴ്ചയായിട്ട് നമ്മൾ കാണിച്ചത്. എത്രത്തോളം കഷ്ടപ്പെട്ട് തന്നെയാണ് തൊഴിലാളികൾ ഇത് പെറുക്കുന്നത്. നല്ല റിസ്ക് ഉണ്ട്, പ്രത്യേകിച്ച് ഇവിടെ കാട്ടാനയുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ എന്തായാലും ഇപ്പം നമ്മൾ എപ്പോഴും നമ്മൾ കടയിൽ പോയി നിസ്സാരമായിട്ട് മേടിക്കുന്ന അല്ലെങ്കിൽ 10,000 രൂപയൊക്കെ കിലോയ്ക്ക് വില വരുന്ന ഒരു കശുവണ്ടി എങ്ങനെ ഉണ്ടാകുന്നതെന്നാണ് നമ്മളിപ്പോൾ കാണിച്ചു തന്നെ കേട്ടോ. അതായത് നമ്മളിനി അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്.
കാട് വായിക്കുമായിരിക്കും അല്ലേ? ഇവിടെ ചേച്ചിമാർ കാട് വായിക്കുന്ന കേട്ടോ കാണുന്നത്. ഇവിടെയൊക്കെ കശുമാവുണ്ട്, പക്ഷേ കാട് പിടിച്ചു പോയതുകൊണ്ടും ഇവിടെ വണ്ടി വെക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കാട് വയക്കുന്ന ഒരു രംഗമായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാട് വയക്കുമ്പോൾ അതിൻ്റെ കൂടത്തി വണ്ടി വറക്കുന്നുണ്ടല്ലേ? കിട്ടുന്നുണ്ടോ ചേച്ചിയല്ലോ? കുറവല്ലേ? മൊത്തം ആന ഉണ്ടാവുമായിരിക്കും അല്ലേ? ആന പെറുക്കി കൊണ്ടുപോകും. ആന പെറുക്കുന്നുണ്ട്. കഴിഞ്ഞോലം വയക്കാത്ത കാടല്ലേ? അതല്ലേ? കഴിഞ്ഞോലം വയക്കാത്ത കാടാണ്, അതുകൊണ്ട് വലിയ കാടാണ്. കൊത്തി പോകാനും ബുദ്ധിമുട്ടുണ്ട്. അതല്ലേ? ഈ കാട്ടിൽ വന്നിട്ട് കശ്മാൻ്റെ ചോട് മാത്രം തെളിച്ചിട്ടും കാര്യമില്ല, അണ്ടി പെറുക്കി എടുക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ തന്നെ നമ്മൾ വയക്കി പോകുമ്പോൾ അവിടെ ആനയുണ്ടായിരുന്നു. ആണല്ലേ? ഇന്നലെ എന്താ ചെയ്തേ? ഞങ്ങൾ ഓടി പറഞ്ഞ ഞാൻ ഇവിടുന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ആന കാറുന്നുണ്ട്. ഈ സൈഡിൽ നിന്ന് അത് പകലൊക്കെ ഉണ്ടല്ലോ ഇവിടെ? പകലെല്ലാം ഉണ്ട് ആന. ആനേൻ്റെ കേന്ദ്രം അല്ലേ? ഇത് ഏതാ ബ്ലോക്ക്? ഏതാ? ഇത് 4-ാം ബ്ലോക്ക്. 4 അല്ലേ? ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് ശോഭ. ശോഭ. നിങ്ങളപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി ആയിരിക്കുമല്ലേ? എങ്ങനെ പിന്നെ ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പോകാൻ പറ്റില്ല. അണ്ടി വെറുക്കാനാണെങ്കിലും അങ്ങനെ പോകാൻ പറ്റില്ല. അതെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെ പ്രശ്നമുണ്ടല്ലേ? ആനേൻ്റെ പ്രശ്നമുള്ളതാണ്. എത്ര വർഷമായി ഇങ്ങനെ ഇത് രൂക്ഷമായിട്ട്? ഇപ്പോൾ എത്ര വർഷമായി? രൂക്ഷമായിട്ട് ഒരു 3-4 വർഷമായി. അല്ലേ? ചേച്ചിയൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ അണ്ടി വറക്കി? ഞാൻ ജനിച്ച മണ്ണാണിത്. എത്ര വർഷമായിട്ട് ഇവിടെ അണ്ടി വറക്കാൻ വരുന്നുണ്ട്? അണ്ടി വറക്കാൻ ഈ ബ്ലോക്കിൽ ഞാനിപ്പോൾ വന്നിട്ട് 2-3 മാസമായതേ ഉള്ളൂ. അല്ലാതെ മൊത്തത്തിൽ ഞാൻ അല്ലാണ്ട 2010 തൊട്ടുണ്ട്. എന്നാലും ആ ബാക്കി ബ്ലോക്കുകളിലും ആനയുടെ പ്രശ്നം ആ സമയത്തും ഉണ്ടോ? ആ സമയത്ത് ആന ഇല്ല, ഇത്ര ഇല്ലായിരുന്നല്ലേ? ഇപ്പം കൂടിയല്ലേ? ഉണ്ടായിരുന്നെങ്കിലും കുറവായിരുന്നു. ഇപ്പോഴാണ് ആന കൂടി. ഇത്ര ശല്യമായതല്ലേ? ആൾക്കാരെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങിയതല്ലേ? ഞങ്ങൾ പണിക്ക് ഫസ്റ്റ് കയറിയ സമയത്തൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്കൊക്കെ പോകുമായിരുന്നു. ഇപ്പം പറ്റൂല. അതെ. പിന്നെ ഈ ഇത്രയും വലിയ കാടും വയക്കുന്നല്ല, അതുകൊണ്ട് ആരും വരുന്നില്ല. പേടിച്ചിട്ട് പണിക്ക് ആള് കുറവാണ്. ആരും വരുന്നില്ല. ഇങ്ങനെ അപ്പുറത്തൊക്കെ നിന്നൊന്നും കാണൂല. അതുകൊണ്ട് എപ്പോൾ നമുക്കൊരു സെക്യൂരിറ്റിക്കാരൻ കൂടെ വേണം. ട്രാക്ടർ കൂടെ ഉണ്ട്. എപ്പോൾ എന്തായാലും ഉണ്ടെങ്കിലേ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? സതീഷ് നാരായണൻ. ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് അല്ലേ? അപ്പം എങ്ങനെയാ ഇവരുടെ കൂടെ തന്നെ നിൽക്കുമായിരിക്കും അല്ലേ? വൈകുന്നേരം വരെ അല്ലേ? അപ്പോൾ ഇത് എന്താ ഇവിടെ ഇവിടുത്തെ പ്രശ്നം? ആന വായിക്കുന്ന സമയത്തൊന്നും തിരിയില്ല ഇവർക്ക്. അപ്പുറം നിന്നാലും മനസ്സിലാവില്ല അല്ലേ? ഒരു മാറിക്കണം, കാടിറങ്ങുന്നുണ്ട്, പെട്ടെന്ന് കിട്ടൂല. അതെ. ഇവരിങ്ങനെ അതായത് ഇതിൻ്റെ ഒച്ച ഉള്ളതുകൊണ്ട് മറ്റേ ഒച്ച മനസ്സിലാവും. ദൂരം മാറി നിൽക്കണം. ദൂരം മാറിക്കും. അല്ലാണ്ട് ഈ ഒച്ച കേട്ടാൽ പോകുന്നില്ല. അങ്ങനെ എന്നാലും മാറിപ്പോകും. ആണല്ലേ? നിങ്ങളുടെ നേരെയൊക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യും? ഓടി മറിഞ്ഞ് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഉറപ്പാശം ഞാൻ തന്നെ. ആണല്ലേ? നീ പടക്കം പൊട്ടിക്കും അങ്ങനെയൊക്കെ ചെയ്യും? പടക്കം പൊട്ടിക്കും. പടക്കം മെയിനായിട്ട് പടക്കം പൊട്ടി സ്ഥലത്തേക്ക് പോകുന്നില്ല. പടക്കം മെയിനായിട്ട് നമ്മളെ അടുത്തുള്ള ആയുധം. ആണല്ലേ? അതൊന്നുമില്ല. പടക്കം മാത്രമേ ഉള്ളൂ കയ്യിലല്ലേ? പിന്നെ ട്രാക്ടറും അല്ലേ? ട്രാക്ടറുണ്ട്. ട്രാക്ടറിനെ പേടിയുണ്ടോ? എനിക്ക് ട്രാക്ടറിൻ്റെ ഒച്ചയൊക്കെ മാറുന്നുണ്ട്. ആണല്ലേ? രാവിലെ എത്ര മണിയാകുമ്പോൾ? 8:00 വരുന്നുണ്ട്. തുടങ്ങും അല്ലേ? ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവിടുമോ? വണ്ടി ട്രാക്ടർ കൊണ്ടുപോകും. ട്രാക്ടർ വന്നിട്ട് ഇവിടെ വരെ കൊണ്ടുവിടും അല്ലേ? നമ്മളൊരു പണിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വടക്കം പൊട്ടിച്ച് ഒന്ന് ചുറ്റുവട്ടമൊക്കെ നോക്കിയിട്ടാണ്. ഓളമൊക്കെ ഉണ്ടാക്കിയിട്ട് കയറുള്ളൂ അല്ലേ? അപ്പോൾ ഇത് കാട് ഇപ്പോൾ എങ്ങനെയാണ്? എല്ലാ വർഷവും വയ്ക്കുമോ? എല്ലാ വർഷവും വണ്ടി സീസൺ വയ്ക്കും. വണ്ടി സീസൺ ആകുമ്പോൾ അല്ലേ? അപ്പോൾ ഇതിപ്പോൾ വൈക്കി ഇപ്പോൾ അണ്ടി വറക്കി അങ്ങ് പോകും അല്ലേ? ഇതിൻ്റെ കശുമാവിൻ്റെ അണ്ടിയുടെ സീസൺ ഏത് സമയത്തൊക്കെയാണ്? ഏത് മാസം മുതലാതിരിക്കും? മാസം തന്നെ തുടങ്ങുന്നു. മാർച്ചിലാ? മാർച്ച് മുതൽ എപ്പോഴും വിഷു വൈകുന്നേരം അതല്ലേ? 2 മാസം ഉള്ളൂ. വിഷു അല്ല, അതിനുണ്ട് അണ്ടി ഉണ്ടാവും. അന്നേരം മഴ കഴിയുമ്പോൾ ഇതിലും പോയില്ലേ? ആണല്ലേ? മഴ ചെയ്ത പിന്നെ രണ്ടാമത് പിന്നെ ഉണ്ടാവോ? ഉണ്ടാവൂലേ? വിഷു വണ്ടി ആകുന്നുള്ളൂ. ആണല്ലേ? അപ്പോൾ മൊത്തം എത്ര തവണ ഉണ്ടാവും ഇത്? പ്രത്യേകിച്ച് മഴ പെയ്യുന്നതനുസരിച്ചാ? ആണല്ലേ?
അപ്പോൾ നമ്മൾ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ല. അപ്പോൾ ചേട്ടൻ നമുക്കിവിടെ സെക്യൂരിറ്റി, ഇവർക്ക് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ ചേട്ടനാണ് ഇവരുടെ സംരക്ഷണമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തൊട്ട് പുറകിലുള്ള ഭാഗത്ത് ആന ഉണ്ടെന്ന് തന്നെയാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ പക്ഷെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല, ഇങ്ങനെ ഒരു പ്രദേശമായതുകൊണ്ടും അപ്പുറം ഇപ്പുറമൊക്കെ ആന മനസ്സിലായാലത്തുകൊണ്ട് കാണാനായിട്ട് പറ്റിയല്ല. പക്ഷേ ആന അപ്പുറത്തുണ്ട്. അതുകൊണ്ട് നമുക്കറിയാമല്ലോ, ഈ തൊഴിലാളികളൊക്കെ ഈ ചേച്ചിമാരൊക്കെ പേടിച്ച് തന്നെയാണ് ജോലി ചെയ്യുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഈ സ്ഥലത്ത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ എന്നാലും ഫാമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രാക്ടർ ഉപയോഗിച്ചും പടക്കം ഉപയോഗിച്ചും ഒക്കെയാണ് ആനയെ പേടിപ്പിച്ച് ഓടിക്കുന്നതൊക്കെ. നമുക്കിനി മുന്നോട്ട് ഇനി ഈ ക്യാഷ്യൂനട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇവർ പറക്കിയെടുത്ത് ഇവർ എടുക്കുന്ന ഈ ഒരു ക്യാഷ്യൂനട്ട് ഇനി ആർലം ഫാമിൻ്റെ ഗോഡൗണിൽ ചെന്നിട്ട് അതെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രോസസ്സിങ്ങാണ് അവിടെ നടത്തുന്നതെന്നൊക്കെയാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഇങ്ങനെ ഫാമിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ നമ്മൾ കണ്ടൊരു പ്രദേശമായിട്ടത്. ഒരു വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. ഇവിടെ കാട്ടാനയൊക്കെ വന്ന് വെള്ളമൊക്കെ കുടിക്കുന്നതാണ്. ഇതുണ്ടോ, ഈ ഒരു പ്രദേശത്ത് രാത്രി സമയങ്ങളിൽ ഇഷ്ടംപോലെ കാട്ടാനകൾ വരുന്നൊരു പ്രദേശമായിട്ടോ. നമുക്ക് ഫാമിലൊക്കെ പല സ്ഥലത്തും നോക്കിയിട്ട് നമുക്ക് കശുവണ്ടി കിടക്കുന്നത് കാണാനായിട്ട് അധികമൊന്നും സാധിച്ചില്ല. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ ഇഷ്ടംപോലെ കാണാം കേട്ടോ. അതിസാഹസികമായി ഫീൽഡിൽ, അതായത് ഈ ബ്ലോക്കുകൾ, ഓരോരോ ബ്ലോക്കുകളിലുള്ള ആർലം ഫാമിലുള്ള കശുവണ്ടി പറക്കുന്ന ആ ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ നമ്മുടെ ചാനലിൽ കൂടെ ഇപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഈ പറക്കിയ ക്യാഷ്യൂനട്ടെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ അവരത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് എഡിബിളായിട്ടുള്ള ക്യാഷ്യൂനട്ട് ആക്കുന്ന ഒരു രംഗമാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് വന്നത്. അവരുടെ പ്രോസസ്സിങ് യൂണിറ്റിൻ്റെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ ആയിരിക്കും കേട്ടോ. നമ്മളിവിടെ വരുമ്പോൾ തന്നെ ചേച്ചിമാർ ക്യാഷ്യൂനട്ട് പ്രോസസ്സ് ചെയ്യുന്ന ഒരു രംഗം കാണാം കേട്ടോ. നമുക്കിനി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ബാബു എന്നാണ്. പ്രോസസ് യൂണിറ്റിൻ്റെ ചാർജിലാണ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും സ്വാദിഷ്ടമായ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് ഇരിട്ടി മേഖല ഉൾപ്പെടുന്ന ആർല ഫാമിലാണ്. 2 വർഷം മുന്നേ വരെ നമ്മൾ തോട്ടണ്ടിയായിട്ട് തന്നെയാണ് വിപണനം നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം പട്ടികവർഗ വികസന വകുപ്പിൽ നിന്നും കശുവണ്ടി ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് 19 ലക്ഷം രൂപ കിട്ടുകയും അതിനനുസരിച്ച് ഒരു 300 കിലോ കപ്പാസിറ്റിയുള്ള ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ്, കശുവണ്ടി പ്രോസസ്സിംഗ് യൂണിറ്റ് ആർല ഫാമിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഈ വർഷം മുതൽ കശുവണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്നാണ് നമ്മുടെ ലക്ഷ്യം. പ്രീമിയം ക്വാളിറ്റിയുള്ള കശുവണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കുക. ആർല ഫാമിലെ നല്ല സ്വാദിഷ്ടമായ കശുവണ്ടിയാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കാണ്. ഇപ്പം ഇവിടെ 11 പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫാമിൽ നിന്ന് കിട്ടുന്ന എല്ലാ ക്യാഷ്യൂനട്ടും എല്ലാം ഇവിടെ തന്നെ ഫാമിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ കശുവണ്ടിയും നമ്മൾ തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാം. അതിൻ്റെ തുടക്കത്തിൽ പ്രവർത്തനങ്ങൾ ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് എങ്ങോട്ടാണ് ചെയ്യുന്നത്? ഫസ്റ്റ് കശുവണ്ടി ഇതിലാണ് കശുവണ്ടി കുക്ക് ചെയ്യുന്നത്. പുറത്തൊരു ബോയിലറുണ്ട്, അതിൽ വെള്ളം നിറച്ചിട്ട് 120 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഒരു കുഴയിൽ കൂടി ബോയിലറിലേക്ക് എത്തിച്ചിട്ട് സ്റ്റീമിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അരമണിക്കൂറുണ്ട് കശുവണ്ടി കുക്കാവും. ഇത് സ്റ്റീമിലാണ് കുക്ക് ചെയ്യുന്നത്, ചുട്ടെടുക്കല്ല. ഇത് 500 കിലോ കപ്പാസിറ്റിയുള്ള ബോയിലറാണ്. ഇതിനകത്ത് സ്റ്റീമിൽ ആണ് കുക്ക് ചെയ്തെടുക്കുന്നത്. കുക്ക് ചെയ്തതിന് ശേഷം 7 മണിക്കൂറിന് ശേഷം നമ്മൾ 7 മണിക്കൂർ അല്ല 6 കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കശുവണ്ടി ഇതിലെ പുറത്തെടുത്തിടാം. കശുവണ്ടി ഇതിലെ പുറത്ത് എടുത്തിട്ട് 7 മണിക്കൂറിന് ശേഷം നമ്മൾ 7 മണിക്കൂർ കശുവണ്ടി പുറത്ത് തന്നെ ഇടും. അതിനുശേഷം നമ്മൾ കട്ടർ മെഷീനിലേക്ക് കൊടുക്കും. ഇതാണ് കട്ടിംഗ് മെഷീൻ. കട്ടിംഗ് മെഷീൻ 3 എണ്ണം ഉണ്ട്. 3 കട്ടിംഗ് മെഷീനിൽ കൂടി കശുവണ്ടി എല്ലാം ഒരേ പ്രോസസ്സാണ്. 3 കട്ടിംഗ് മെഷീനിൽ കൂടി കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ ഇതൊരു സോർട്ടിംഗ് മെഷീനാണിത്, ഒരു വൈബ്രേറ്റർ അടക്കമുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ കശുവണ്ടി പരിപ്പ്
തൊണ്ടിൽ നിന്ന് വേർപെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു മെഷീനാണ്. ഒരു ബ്ലോവറുണ്ട്, ബ്ലോവറിൽ കൂടി വൈബ്രേറ്ററിൽ കൂടി പോയിട്ട് നമ്മൾ കശുവണ്ടി മൊത്തം തൊണ്ടിൽ നിന്നിട്ട് വേർപെടുത്തിയ കശുവണ്ടി പരിപ്പ് ഞങ്ങൾ പിന്നെ ഓവനിലേക്ക് വെക്കണം 7 മണിക്കൂർ. 7 മണിക്കൂർ ഇതാണ് ഓവനിലേക്ക് വെക്കും 7 മണിക്കൂർ. 7 മണിക്കൂർ ഓവനിൽ വെച്ച ശേഷം കശുവണ്ടി പരിപ്പ് പുറത്തെടുത്തിട്ട് ഒരു 3 മണിക്കൂർ ഒരു ഹ്യൂമിഡിഫയറിൽ വെക്കണം. അത് കശുവണ്ടിയുടെ തോല് എളുപ്പം പൊളിയാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സിങ്ങാണ്. അതിനുശേഷമാണ് 3 മണിക്കൂർ ഹ്യൂമിഡിഫയറിൽ വെച്ചതിന് ശേഷം നമ്മൾ പീലിംഗ് മെഷീനിലേക്ക് ഒരു പീലിംഗ് മെഷീൻ ഉണ്ട് നമുക്ക്. ഇതാണ് പീലിംഗ് മെഷീൻ. അതാണ് കാണുന്നതാണ് പീലിംഗ് മെഷീൻ. അതെ, പീലിംഗ് മെഷീനിൽ നിന്ന് നമ്മൾ തോല് കളഞ്ഞിട്ട് മൂന്നായിട്ട് സോർട്ട് ചെയ്തിട്ട് വരും. ഒന്ന് മുറിയാത്ത പരിപ്പായിട്ട് സോർട്ട് ചെയ്ത് വരും. ഇത് സോർട്ട് ചെയ്തിട്ടില്ല. അല്ല, സോർട്ട് ചെയ്തില്ല. ഇത് വേറെയാണ്. ഇത് സോർട്ട് ചെയ്തിരിക്കുന്നത് അതാ പരിപ്പുണ്ട്. ഇത് സോർട്ട് ചെയ്ത സ്പ്ലിറ്റും. ഇത് ഹോളല്ലേ? അതെ, ഹോളാണ്. ഹോളും സ്പ്ലിറ്റും. ഇത് ഹോളല്ലേ? അതും ഹോളാണ്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടായിട്ട് പിരിഞ്ഞിട്ട് പൊടി അങ്ങനെ 3-4 സെക്ഷനായിട്ട് ഇതിന്ന് ഈ പീലിംഗ് മെഷീനിൽ നിന്ന് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഓക്കെ, പീലിംഗ് മെഷീനാണ് അങ്ങനെയൊക്കെ കിട്ടുന്നത്. അതെ, പിന്നെ ഹോളായിട്ടുള്ള മൊത്തത്തിലുള്ള കശുവണ്ടി ഔട്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത് അല്ലേ? തൊണ്ടൊക്കെ മാറിയിട്ട് വരുന്നത്. ഇത് നമ്മൾ സ്പ്ലിറ്റ് മാത്രമുള്ളതാണ്. ഓക്കെ, ഹോളായിട്ട് വരുന്ന കശുവണ്ടി തന്നെ നമ്മൾ പിന്നെ 4 ഗ്രേഡായിട്ട് തിരിക്കുകയാണ്. ഹോളായിട്ട് വരുന്നതിന് ഞങ്ങൾ 4 ഗ്രേഡായിട്ട് തിരിക്കും. ടേസ്റ്റെല്ലാം ഒന്ന് തന്നെയാണ്. വലിപ്പത്തിൻ്റെ അനുസരിച്ച് 4 ഗ്രേഡാണ് വരുന്നത്. അത് 180, 240, 320, 450 എന്ന് പറഞ്ഞിട്ട് 4 ഗ്രേഡായിട്ട് വലിപ്പത്തിൻ്റെ അനുസരിച്ച്. അത് തിരിച്ചതിന് ശേഷം വീണ്ടും നമ്മളൊരു 2 മണിക്കൂറിൽ കൂടി ഓവനിലേക്ക് കൊണ്ടുപോകും കശുവണ്ടി. അതെ, തിരിച്ച കശുവണ്ടി 2 മണിക്കൂർ ഓവനിൽ കൊണ്ടുപോകും. ഓവൻ 2 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്യാൻ റെഡിയായി. പിന്നെ പാക്ക് ചെയ്യാം. അത് പാക്കിംഗ് മെഷീന് നമ്മളുടെ റൂമിലാണ്. അത് മാനുവലായിട്ടാണ് നമ്മളിപ്പോൾ പാക്ക് ചെയ്യുന്നത്. അതെ, ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് എന്താ? ഇവരിപ്പോൾ സോർട്ടിംഗ് ആണ്. നമ്മൾ പീലിംഗ് കഴിഞ്ഞത് മൊത്തത്തിലുള്ള പരിപ്പ് അത് 3 ഗ്രേഡായിട്ട് 4 ഗ്രേഡായിട്ട് തിരിക്കുന്ന വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചതിന് ശേഷം നമ്മൾ 2 മണിക്കൂർ ഓവനിലേക്ക് കൊണ്ടുപോകും. ഇതിൽ ഓരോ ഗ്രേഡ് ഒന്ന് അല്ല മറ്റേ സ്പ്ലിറ്റ് ഹോള് അങ്ങനെ സെപ്പറേറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഞങ്ങൾ 2 ഗ്രേഡായിട്ട് തിരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് ഹോളാണ്. 240 എന്ന് പറയുന്ന ഗ്രേഡാണ്. 240 അതായത് 1 പൗണ്ട് 240 പരിപ്പുണ്ടെങ്കിൽ 1 പൗണ്ട് ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു കണക്ക്. 240 കർണൽസ് ഉണ്ടെങ്കിൽ 1 പൗണ്ട് മീൻസ് 450 ഗ്രാമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഗ്രാമാണ്. ആർളത്തിൻ്റെ തനതായ കാഷ്യൂ നട്ടാണ്. കാരണം അത് ശകലം ചെറുതാണ്. ഹൈബ്രിഡ് സൈസ് അല്ലാത്ത കാരണം ചെറിയ സൈസ്. ആർളത്തിൻ്റെ തനി നാടൻ കശുവണ്ടി തന്നെയാണ്. ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ടേസ്റ്റ് നല്ല ടേസ്റ്റ് കൂടുതലാണ്. ഹൈബ്രിഡിന് എപ്പോഴും ടേസ്റ്റ് കുറയുന്നുണ്ട്. ഹൈബ്രിഡ് കാണാൻ ഭംഗിയുണ്ടാവും, വലിപ്പം കൂടുതലുണ്ടാവും. ഇത് വലിപ്പം കുറവാണ്. ആർളത്തിൻ്റെ തനതായ നാടൻ കശുവണ്ടിയാണ്. ഇത് കൂടാതെ സ്പ്ലിറ്റ് ആയിട്ടുള്ളൊരു രണ്ടായിട്ട് മുറിഞ്ഞു പോയത് പാക്ക് മാത്രം. ആർളം കാഷ്യൂസ് ഈ പേര് തന്നെ. സ്പ്ലിറ്റ് അപ്പോൾ ഇത് എത്ര എന്താ 500 കിലോയാണ്. 1 കിലോ ഇതിന് 400 രൂപയാണ്. 1 കിലോ 800 അല്ലേ? 800 രൂപ. മറ്റേ പൊട്ടാത്താണെങ്കിലോ? പൊട്ടാത്തത് നമ്മുടെ 180 ഗ്രേഡിന് 1300, 240ക്ക് 1200, 340ക്ക് 1200, 450ക്ക് 1000 ഇപ്പോഴത്തെ റേറ്റ്.
180ക്കാണ് റേറ്റിക്കാണ് റേറ്റ് കൂടുതൽ. 180 എന്ന് പറഞ്ഞാൽ സൈസ് നല്ല സൈസായിരിക്കും. ഏറ്റവും സൈസ് ഉള്ളതാണ് ഈ 180. ഒരു പൗണ്ട് 180 കശുവണ്ടി ഉണ്ടാകണം. അങ്ങനെ ആ കണക്കിലാണ്. ഒരു പൗണ്ട് 180 മറ്റെന്ന് പറഞ്ഞാൽ 240. 240 എന്ന് പറഞ്ഞാൽ 240 ഉണ്ടാകണം. 320 320 കശുവണ്ടി പരിപ്പ് ഉണ്ടാകണം ഒരു പൗണ്ട്. കൂടുതൽ 450 ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. കാരണം നമ്മുടെ നാടൻ കശുവണ്ടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ 450 ഗ്രേഡിലേക്കാണ് കിട്ടുന്നത് കശുവണ്ടി. ഇത് ഞങ്ങളുടെ 180 ഗ്രേഡിലുള്ള കശുവണ്ടിയാണ്. ഹോളാണ്. ഇതാണ് ഏറ്റവും വിലയുള്ളത്. 650 രൂപ. അതായത് 1300 അല്ലേ? പിന്നെ ഈ ആർലത്തെ കാഷ്യൂവിൻ്റെ ഇത് ഓർഗാനിക്കാണ്. 100% ഓർഗാനിക് കാഷ്യൂ ആണ്. ഞങ്ങൾ തന്നെ ഫാമിലെ തൊഴിലാളികൾ തന്നെ ശേഖരിച്ചിട്ട് അത് ഉണക്കി 4.6% മോയ്സ്ചർ കണ്ടൻറ്റ് വരുന്ന രീതിയിൽ നന്നായിട്ട് ഉണക്കിയിട്ട് ഞങ്ങൾ ചാക്കിലാക്കി സൂക്ഷിക്കുകയാണ്. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. പരിപ്പാക്കി എടുക്കുന്നത്. അതായത് വേറെ വളവും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു വളവും ഉപയോഗിക്കുന്നില്ല. കശുമാവിന് കീടനാശിനി അങ്ങനത്തെ ഒന്നുമില്ല. ഒരു ഫാമിൽ ഇതേവരെ കശുമാവിന് ഒരു 10-30 വർഷമായിട്ട് ഒരു വളവും ഒരു കീടനാശിനി ഉപയോഗിക്കുന്നില്ല. 100% ഓർഗാനിക്കാണ്. ഇൻഡോസെർട്ട് സർട്ടിഫൈഡ്. ഇൻഡോസെർട്ടിൻ്റെ സർട്ടിഫൈഡ് ആയിരുന്നു, സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഓർഗാനിക്. പിന്നെ ഇപ്പോൾ ആളുകൾക്ക് ഇത് മേടിക്കാനായിട്ടുള്ള അവസരം ഇപ്പോൾ ഈ നാട്ടിൽ മാത്രമല്ല പുറത്തേക്ക് കൊണ്ടുപോകും. ഞങ്ങൾ ഈ കശുവണ്ടി പരിപ്പാക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിനടുത്തായിട്ടുള്ളൂ. ഒരു മാസമായിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ തൽക്കാലം ഇവിടെ തന്നെയാണ് ഒരു ഔട്ട്ലെറ്റ് ഉള്ളത്. ഞങ്ങൾ ഓടന്തോട് ജംഗ്ഷനിൽ തന്നെ ആർല ഫാമിനുള്ളിൽ തന്നെ ഒരു സെയിൽസ് സെൻറ്റർ ഈ ഏപ്രിൽ 1-ാം തീയതി മുതൽ തുടങ്ങുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ മട്ടന്നൂർ എയർപോർട്ടിലും ഞങ്ങളുടെ ഒരു സ്റ്റാള് ഇടാൻ വേണ്ടിയിട്ട് സബ് കളക്ടർ ആലോചിക്കുന്നുണ്ട്. അതെ, എയർപോർട്ടിൽ. പിന്നെ അത് തലശ്ശേരിയിലേക്കും ഒക്കെ ആയിട്ട് വ്യാപിപ്പിക്കും. പതുക്കെ ഓൺലൈനൊക്കെ വരും. അതെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത് ആർലം ഫാമിലെ ആർലം കാഷ്യൂസ് ഓർഗാനിക് ആയിട്ടുള്ള കാഷ്യൂനട്ടാണ്. ആർലം ഫാമിൻ്റെ തന്നെ പ്രോഡക്റ്റാണ്. ആ ഒരു കാഷ്യൂനട്ട് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നും അതെങ്ങനെ അവർ വർക്കേഴ്സ് അത് കളക്ട് ചെയ്ത് ഇവിടെ പ്രോസസ്സിങ് സെൻറ്ററിൽ കൊണ്ടുവന്ന് എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് എന്നുള്ള ഒരു പരിപാടിയാണ് നമ്മൾ കണ്ടത്. മെഷീൻ വർക്ക് ചെയ്യുന്നൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. കാരണം അത് നമ്മൾ ആ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഓരോ പ്രോസസ്സ് കഴിഞ്ഞിട്ടും 7 മണിക്കൂറും 9 മണിക്കൂറും ഒക്കെ ഗ്യാപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു 4 ദിവസം എടുത്തിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ കാഷ്യൂനട്ട് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു സംഭവത്തിനും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സിങ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇതിന് ഇത്രയും റേറ്റും വരുന്നത്. ഏതായാലും ആർലത്തെ കാഷ്യൂനട്ട് എന്ന് പറഞ്ഞാൽ വളരെ ക്വാളിറ്റിയുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളവോ വിഷമോ ഒന്നും ചേർക്കാത്ത കാഷ്യൂനട്ടാണ്. അത് നമുക്ക് 100% വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സിങ് യൂണിറ്റും കൂടെ ഇവിടെ തുടങ്ങിയതുകൊണ്ട് ഇത് ഇവിടെ പ്രോസസ്സ് ചെയ്ത് ഇവിടെ തന്നെ വിൽപ്പനയാണ്. ആദ്യമൊക്കെ ഇവർ ഇത് കളക്ട് ചെയ്ത്, അതായത് കശുവണ്ടി പെറുക്കി ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഇവർ തന്നെ പ്രോസസ്സ് ചെയ്ത് ഇവർ തന്നെ ഇത് ഇവിടെ സെയിൽ ചെയ്യുകയാണ്. അപ്പോൾ ഏതായാലും ആവശ്യമുള്ളവർക്ക് ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ഇവിടെയൊക്കെ വന്നാലും മേടിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എയർപോർട്ടിൽ, കണ്ണൂർ എയർപോർട്ടിൻ്റെയൊക്കെ ഇതിൻ്റെ സ്റ്റോളൊക്കെ വരുന്നുണ്ട്. ഭാവിയിൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അങ്ങനെ ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യവും വരും കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാനുള്ളത്. വളരെ നല്ലൊരു വീഡിയോ ആണ്. നമ്മൾ ഇച്ചിരി റിസ്ക് എടുത്ത് തന്നെ ചെയ്ത ഒരു വീഡിയോ ആണ്. കാരണം ഫാമിൻ്റെ ആ ഒരു ഉള്ളിലെ കാഴ്ച നമുക്ക് കാണിക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് തൊഴിലാളികൾ ഇത് കശുവണ്ടിയൊക്കെ വറുക്കുന്നതെന്നും അതൊക്കെ കാണിച്ച് വേണം നമുക്കിത് കാണിക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ നേരെ ഈ ഫാമിൻ്റെ കോർ ഏരിയയിലോട്ടൊക്കെ നമ്മൾ പോയതും അവിടെ ചെന്ന് നമ്മൾ കണ്ടതാണ്. എത്ര റിസ്ക് എടുത്താണ് അവരതൊക്കെ ചെയ്യുന്നതെന്ന്. അങ്ങനെ കഷ്ടപ്പെട്ട് കളക്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനാക്കുന്ന കാഷ്യൂനട്ടാണ് ആർലം ഫാമിൻ്റെ ആർലം കാഷ്യൂസ് എന്ന് പറയുന്ന ആ ഒരു കാഷ്യൂനട്ട്. 1% പോലും വളവോ വിഷമോ ഇതിനെ യൂസ് ചെയ്യുന്നില്ല. 100% ഓർഗാനിക്കാണ്. ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട കാര്യവുമാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.